ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഒരു ഫിഷ് തവ റെസിപ്പിയുമായാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിനൊക്കെ വേണ്ട മസാല റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങൾ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്. ഒരു 8 ഉണക്കമുളകും, ഒരു 6 കൊണ്ടാട്ടമുളക്, അര ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, അര ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളകും. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ചൂടാക്കിയിട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ഒരു 12 ചെറിയ ഉള്ളിയും 2 ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 6-7 വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് വേണ്ട പൊടികൾ കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും അതിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇവിടെ നല്ലതുപോലെ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇതിങ്ങനെ ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി ഇത് നമുക്ക് സാധാരണ പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇത് പൊരിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഹാർഡായി പോകാതെ നോക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് മൊരിയിച്ചെടുക്കണ്ട. ഈ ഒരു പരുവത്തിൽ മാത്രം അത് എടുത്താൽ മതിയാകും. ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള അരപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനു മുന്നേ കരിഞ്ഞു പോയിട്ടുള്ള അരപ്പുകൾ മസാല വല്ലതും കിടക്കുന്നുണ്ടെങ്കിൽ അത് കോരി മാറ്റാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ബാക്കി അരച്ച് വെച്ച മസാല കൂടി ആ എണ്ണയിലേക്കിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആ പൊരിച്ച് വെച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂണോ സ്റ്റിക്കോ ഉപയോഗിച്ച് ആ മസാലയെല്ലാം ആ മീനിൻ്റെ മുകളിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. തിരിച്ചിട്ടിട്ടും അതുപോലെ തന്നെ ഒന്ന് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.